ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി. യു.പിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന RLD NDAയിൽ ചേർന്നു. 2 ലോക്സഭാ സീറ്റും 1 രാജ്യസഭാ സീറ്റും RLDക്ക് നൽകും. വിഷ്ണു തലവൂരോട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, വീണ്ടും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാവുകയാണോ? എന്താണ് സംഭവം? തീർച്ചയായിട്ടും ഉത്തർപ്രദേശിൽ വളരെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. RLD NDA സഖ്യത്തിനൊപ്പം നിൽക്കാനുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. നേരത്തെ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നിരുന്ന RLDക്ക് സീറ്റ് ഷെയറിംഗ്, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. 7 സീറ്റ് വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഏകദേശം ഈ RLDയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശാണ്. ഈ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ 7 സീറ്റുകൾ RLDക്ക് നൽകാൻ ഏകദേശം ധാരണയായിരുന്നു. പക്ഷെ അതിനിടയിലാണ് BJPയുമായി ആശയവിനിമയം നടത്തിയത്. ഈ ഒരു ആശയവിനിമയത്തിൽ 2 ലോക്സഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും നൽകാമെന്നതാണ് BJP അറിയിച്ചിരിക്കുന്നത്. ബാഗ്പത്, ബിജ്നോർ സീറ്റുകൾ RLDക്ക് നൽകാം എന്നതാണ് ഒരു ധാരണ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാലും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിലേക്ക് കടക്കുന്നതിന് അതിനു മുന്നെയാണ് ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം ഉത്തർപ്രദേശിൽ നടക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയ നീക്കമെന്ന് NDA ഈ ഒരു ഇന്ത്യ മുന്നണിക്കും ചെറിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കും.